മേയർ ആക്രോശിച്ചുകൊണ്ടാണ് വന്നത്. ഉറപ്പ് സഹാക്കളെ മനഃപൂർവ്വം ഇതൊരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും മേയറെ തടയാൻ ശ്രമിക്കുന്നത് മേയറുടെ വരവ് കണ്ടാൽ അറിഞ്ഞൂടെ. ഞങ്ങൾ വഴിമാറത്തൊരു കൗൺസിലർമാരെ ഞാൻ പോകാൻ വന്നേല മാറടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു മേയർ വരുമ്പോൾ ആ മേയറുടെ ലക്ഷ്യം മേയറെ തടയാൻ നിന്നവരെ സമാധാനപരമായി മാറ്റുകയല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാം അതിന്റെ അപ്പുറത്ത് കൂടെ മേയർക്ക് വേണമെങ്കിൽ വാതിലൂടെ കയറാം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻഡായി ബാക്കി കൗൺസിലർമാരെ സംഘടിപ്പിച്ച് ഡെപ്യൂട്ടി മേയറെ സംഘടിപ്പിച്ച് വനിതാ ജനപ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇവിടെ വന്നത്. ഞങ്ങൾക്കും കിടക്കുന്നവരെ അവർ കണ്ടിട്ടുണ്ട്, മുമ്പത്തെ കേസിലൂടെ കിടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. നമസ്കാരം. ബി.ജെ.പി. കൗൺസിലറായ സുഗതന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ മുന്നിൽ. ഇന്ന് വലിയ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. CPM-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അകത്തും പുറത്തും, കോർപ്പറേഷൻ അകത്തും പുറത്തുമായിട്ടുണ്ടായിരുന്നു. പുറത്ത് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയപ്പോൾ അകത്ത് കൗൺസിലേഴ്സ് ആയിരുന്നു പ്രതിഷേധം നടത്തിയത്. പക്ഷേ ഈ പ്രതിഷേധത്തിനിടയിൽ വലിയ നാടകീയ രംഗങ്ങൾ. വി രാജേഷ് വരുന്നു, അതിനിടയിൽ ഉന്തും തള്ളുമാകുന്നു. സമരക്കാർ ഉൾപ്പെടെ പ്രതിഷേധക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട്. മേയറായിട്ടുള്ള വി രാജേഷിനടക്കം പരിക്കേറ്റു. ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയപരമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റു വിഷയങ്ങളും കയ്യാങ്കളിയിലേക്ക് അടക്കം ഈ കൗൺസിലർ വിഷയത്തിൽ, സുഗതന്റെ വിഷയത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ വേദിയായത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ വി രാജേഷിന്റെ രാജിയാണ് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇത്തരത്തിൽ സമരം ചെയ്ത് മേയറുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിർത്തേണ്ടുന്ന തരത്തിലായിരുന്നില്ല സമരം വേണ്ടുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, മറിച്ച് ഈ പറയുന്നത് പോലെ ആക്രമിക്കാനുള്ള അവകാശമില്ല എന്ന തരത്തിലാണ് മേയറുടെ പ്രതികരണം. ഏതായാലും ഇന്ന് അതിനാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായത്. ഇന്ന് മൂന്നാം ദിവസമാണ്
മേയർ ചോദിച്ചു വാങ്ങാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നത്. നേരത്തെ കഴിഞ്ഞ 2 പങ്കെടുത്തിട്ടില്ല. 3ാമത്തെ കൺസൾട്ടേഷൻ കൂടി പങ്കെടുക്കാതിരുന്നാൽ അസുഖം അയോഗ്യനാകും. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭരണസംഘടനയിലുള്ള ഒരു വ്യക്തി പാപ്പ കേസിൽ അറസ്റ്റിലാവുകയും സാഹചര്യം ചെയ്തിട്ടുണ്ടായിട്ടില്ല ഞങ്ങൾ മാതൃകാപരമായി കാവൽ രക്ഷകർ പറയുന്ന മാതൃകാപരമായി സമരം നടത്തിയപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കൗൺസിലർമാരെയും ഈ കൗൺസിലർമാരെയും കാവൽ രക്ഷകരെ തള്ളിയിട്ടുകൊണ്ട് ചവിട്ടി മതച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ ഒരിക്കില്ല ഒരിക്കില്ല. സലാം സഖാക്കളെ, സലാം സഖാക്കളെ. İnkılap zindabad! İnkılap zindabad! İnkılap zindabad! രാജിവെച്ച് പുറത്തു പോകും! രാജിവെച്ച് പുറത്തു പോകും! ഉണ്ടാത്തവൻ കൗൺസിലറെ! ഉണ്ടാത്തവൻ മേയറെ! രാജിവെച്ച് പുറത്തു പോകും! ആദരിക്കാൻ കഴിയില്ലെങ്കിൽ! ആദരിക്കാൻ കഴിയില്ലെങ്കിൽ! രാജിവെച്ച് പുറത്തു പോകും! രാജിവെച്ച് പുറത്തു പോകും! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! എൽഡിഎഫ് സിന്ദാബാദ്! എൽഡിഎഫ് സിന്ദാബാദ്! ഉണ്ടാത്തവൻ സുന്ദരേ! ഉണ്ടാത്തവൻ സുന്ദരേ! ഉണ്ടാത്തവൻ മേയറെ! ഉണ്ടാത്തവൻ മേയറെ! രാജിവെച്ച് പുറത്തു പോകും! രാജിവെച്ച് പുറത്തു പോകും! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! എൽഡിഎഫ് സിന്ദാബാദ്! എൽഡിഎഫ് സിന്ദാബാദ്! ധർമ്മസമരം സിന്ദാബാദ്! ധർമ്മസമരം സിന്ദാബാദ്! ധർമ്മസമരം സിന്ദാബാദ്!
ബാക്കോടാ എല്ലാവരും ബാക്കോടാ നടക്കില്ല അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റുന്നവരാ അവര് അറസ്റ്റ് മാറട്ടാ ബാക്കിന്നോട് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ ബാക്കുവാ അവർക്ക് അറസ്റ്റ് ചെയ്യാനാന്ന് ഷമ്മി ഓടിയൊക്കെയാണ് ഒരു യൂണിറ്റ് കൂടി അറിയില്ല തീരുമാനങ്ങളിലേക്ക് നടപടികളിലേക്ക് കടന്നു ചെയ്യണം. അതിന് തിരിച്ചടിയാണ് ഉത്തരവടക്കം നിലനിൽക്കുന്നത്. എല്ലാവരും 29 കൗൺസിൽ ചേരാനിരിക്കുന്നു. ആ കൗൺസിൽ പുറത്താക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ഈ സമരം ശക്തിപ്പെടുത്തുന്നത്. അത് ഇവരും ശരി പുറകത്തെ കയറ്റിലൂടെ കിടക്കുന്നവരെ അവർ കണ്ടിട്ടുണ്ട്, മുമ്പത്തെ കയറ്റിലൂടെ കിടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ കയറ്റിലൂടെ കിടക്കുന്നവരെ കടന്നില്ലേ, മുമ്പത്തെ കയറ്റിലൂടെ കടന്നില്ലേ, അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ, ഇതാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചത് അതൊക്കെ AK സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. ഓ പരിക്കേറ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ കാലിന് നല്ല പെയിനുണ്ട്, ഇടത് കാലിന്. ചെരുപ്പ് അവിടെ പോയി. സംഭവിച്ചത് എന്താന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവരെ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക. മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക. അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകണം. എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, കളക്ടർ സത്യപ്രതിജ്ഞ ഇവിടെ അയച്ചത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. അതിനുവേണ്ടി വരുമ്പോഴേക്കും അതിന്റെ മുമ്പിൽ കസേര വിളിച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, 2 സൈഡിലും സമരം ചെയ്യാമല്ലോ. ഞങ്ങളൊന്നും പറയില്ല. ഈ റോഡിന്റെ 2 സൈഡിലും അവർ സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ മേയറുടെ റൂമിൽ കയറാൻ സമ്മതിക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് നടക്കൂ. അതൊക്കെ അവരോട് വെച്ച് അവസാനിപ്പിച്ചോളണം.